എടുത്തു പറയുകയാണെങ്കിൽ സംഗീതവും ലിജോമോളുടെ പെർഫോമൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നിവിൻ പോളി തന്നെ പഴയ ലാലേട്ടൻ സ്റ്റൈലിൽ ഒരു ഉപയോഗിക്കുന്ന സ്റ്റോറുകൾ ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഉഗ്രനാണ്, ഒരു ലാഗും ഇല്ല. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് നല്ലതാണ്, അജയ് വർമ്മ ഡയറക്ഷൻ നല്ലതാണ്, എല്ലാം കൂടി നല്ലൊരു പടമാണ്. ഇത് സർവമായി കഴിഞ്ഞ അടുത്ത നിവിൻ പോളിയുടെ ഇട്ടാണ്. നിവിൻ പോളിയാണ് എടുത്തു വരാവുന്ന ലിജോ പോളി സംഗീത പെർഫോമൻസ് ആണ്. അടുത്ത 100 കോടിയാണ്, നിവിൻ പോളിയുടെ അടുത്ത 100 കോടിയാണ്. നല്ല സൂപ്പർ പടമാണ്. താരത്തെ വെച്ചല്ല അവർ പ്രൊജക്ട് ചെയ്തത്. അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇവന്റിൽ പറഞ്ഞു അങ്ങനെ ഈ സിനിമയെ പ്രൊജക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിനകത്ത് കഥയ്ക്കാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ്. അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സംഗീത്, ലിജോമോള്, അഭിമന്യു എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യന്റ് ആണ്. പിന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു ബേബി ഗേൾ, പെൺകുട്ടി, അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു മെസ്സേജും സിനിമ തരുന്നുണ്ട്. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന്റെ ആ ഒരു ട്രാഫിക് പോലീസിങ്, അതുപോലുള്ള ത്രില്ലിംഗ് മൊമെന്റ്സ്, അത് സാംസിയൻസിന്റെ BGMോട് കൂടി തിയേറ്ററിൽ കാണുമ്പോൾ ഗംഭീര ഗ്രിപ്പിംഗ് ആണ്. സമയം പോയത് അറിയേയില്ല. ഓരോ സീനും വളരെ നാച്ചുറൽ ആയിട്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അവസാനം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇമോഷണലി കാണുന്നവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല മെസ്സേജ് ഉള്ള, നല്ല ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ബേബി ഗേൾ വന്നിട്ടുള്ളത്. ബോബി സഞ്ജയുടെ തിരക്കഥയാണ്. പിന്നെ അരുൺ വർമ്മ പുള്ളിയുടെ പടം, പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ്. ആക്ച്വലി കഥ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെയാണ് ഇത്തരം ട്വിസ്റ്റ് ഉണ്ട്, ടേൺസ് ഉണ്ടെന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി. താങ്ക് യു. അരുൺ വർമ്മ ഡയറക്ടറിന്റെ അടിപൊളി എക്സിക്യൂഷൻ ആണ്. പരിപാടി ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇവരാണ് ഈ പടത്തിന്റെ മെയിൻ ആൾക്കാർ. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല നല്ല പെർഫോമൻസ്. എല്ലാരും നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. നല്ല ഇതിലായിട്ടുണ്ട്. ഇനി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നുവെന്ന് തന്നെയാണ് നിവിൻ പോളി എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട. ഇത്രയും ക്യൂട്ട്നെസ് ഉള്ള, ലാലേട്ടൻ കഴിഞ്ഞ് ഇത്രയും ക്യൂട്ട്നെസ് ഉള്ള ഒരു നടൻ മലയാളത്തിൽ വേറൊരു നടനില്ല. നിവിൻ പോളി തന്നെയാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നു തന്നെ. പക്ഷെ അതിനുപരി ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന യുവാക്കൾ ഈ സിനിമ കാണുക, അച്ഛനമ്മമാര് കാണുക, കുഞ്ഞുങ്ങളില്ലാത്ത മാതാപിതാക്കൾ ഈ സിനിമ കാണുക. അത്ര ഗംഭീര മികച്ച പ്രകടനം കാഴ്ചവെച്ച നല്ല അടിപൊളി സിനിമയാണ്. ഒന്നും പറയാനില്ല, ഗംഭീര സിനിമ. നിങ്ങൾ ഇപ്പൊ തന്നെ ടിക്കറ്റ് എടുത്തോ, ധൈര്യമായിട്ട്. അതിൽ ഞാൻ പറഞ്ഞ മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു മനുഷ്യനും കണ്ണ് നനയാതെ കണ്ടു തീർക്കാൻ പറ്റില്ല ഈ സിനിമ. ഗംഭീര സിനിമ, ഗംഭീര അഭിപ്രായം. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ, ഞാൻ ഗ്യാരണ്ടി. അറിയില്ല സത്യം പറ, നമ്മുടെ ആളുകൾ തന്നെയായിരുന്നു എല്ലാരും. പിന്നെ ഇതൊരു മെജോറിറ്റി ഓഡിയൻസ് റിച്ച് കഴിയുമ്പോഴാണ് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ളതും കുറച്ചും കൂടി എന്താ പറയാ, നമ്മളോടുള്ള സ്നേഹമൊന്നും ഇല്ലാതെ സിനിമയോടുള്ള സ്നേഹം കൊണ്ടുള്ള ആൻസേഴ്സ് കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. കേൾക്കുമ്പോ സന്തോഷം. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കാരണം നമ്മൾ ട്രൈ ചെയ്യാണ്, നമുക്കറിയില്ല ഇത് എത്രത്തോളം ശരിയായിരുന്നു, വർക്കിംഗ് ആണ് എന്നുള്ളത് ഇനി നിങ്ങളൊക്കെ വേണം പറയാൻ. അപ്പൊ ആദ്യത്തെ ഒരു 5 പേര് പറഞ്ഞത് കേട്ടിട്ട് മനസ്സ് പറഞ്ഞു. ഇനി ഇത് എത്ര പേര് പറയും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം.